ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ജനറൽ ഗൈഡൻസിൽ ഞാൻ ഇന്നലെ ഇങ്ങനെ ഓരോ റീഡിങ്സ് എടുക്കുമ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ഓർത്തൊരു കാര്യമാണ്. നിങ്ങൾക്ക് ബ്ലോക്കേജസ് എന്തൊക്കെയാണ്, അതായത് നിങ്ങളുടെ ഒരു അബണ്ടൻസിലേക്ക് എത്താൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പൊട്ടൻഷ്യൽ നിങ്ങൾ എത്താൻ വേണ്ടി അതിൽ നിന്ന് നിങ്ങളെ തടയുന്നത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് ചിലപ്പോൾ ചിലവർക്ക് ചില എക്സ്റ്റേണൽ കാര്യങ്ങളും ഉണ്ടാവാം, നമുക്ക് അതും നോക്കാം. നിങ്ങളുടെ സാഹചര്യമോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളെ തടസ്സപ്പെടുത്താൻ നോക്കുന്നതോ അങ്ങനത്തെയും ചിലപ്പോൾ വരാം. ഓക്കെ, പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഞാൻ ഫോക്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഉള്ളിൽ, ഓക്കെ, നിങ്ങളുടെ തന്നെ മൈൻഡിൻ്റെ എന്ത് ബ്ലോക്കേജസ് ആണ് എന്ന രീതിക്ക് നമുക്കൊന്ന് അറിയാൻ ശ്രമിക്കാം. ഓക്കെ, യൂണിവേഴ്സ് എന്താ പറയുന്നത് നിങ്ങൾക്കത്, കാരണം അങ്ങനെ നമ്മളുടെ തന്നെ ബ്ലോക്കേജസ് മനസ്സിലാക്കിയാൽ നമുക്കത് മാറ്റിയെടുക്കാൻ സാധിക്കും, അല്ലേ? വേറൊരു വ്യക്തി അല്ലെങ്കിൽ വേറൊരു ആൾ എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്നില്ല, പക്ഷെ നമുക്ക് അവനവനിൽ വർക്ക് ചെയ്യാം. ഓക്കെ, അതിന് വേണ്ടത് എന്തെങ്കിലും നോക്കട്ടെ എന്ന് ഗൈഡൻസ് ആയിട്ട് നമുക്ക് അങ്ങനെ നോക്കാം. ഓക്കെ, 6 ഓഫ് കപ്സ് ആണ്, പേജ് ഓഫ് സോർഡ്സ്, 2 ഓഫ് സോർഡ്സ്, സ്റ്റാർ കാർഡ്, 9 ഓഫ് കപ്സ്. ഈ കാർഡ് ഞാൻ ചിലപ്പോൾ മറയ്ക്കും, കാരണം അതിൽ പിക്ചർ ന്യൂഡ് പിക്ചറാണ്. ഞാൻ അതിൻ്റെ മേലെ ചിലപ്പോൾ ഒരു പാച്ച് വെക്കും. ഓക്കെ, ആരും ഒന്നും വിചാരിക്കണ്ട. ഓക്കെ, എന്താണ് പേജ് ഓഫ് സോർഡ്സ്, എന്താണ് ഇവിടെ? അഗൈൻ ഈ കാർഡും പ്രശ്നമാണ്, സോറി, രക്ഷയില്ല. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ കാർഡ്സ് പ്രോബ്ലം ഉള്ളതാണേ. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ഞാൻ രണ്ടും മറക്കേണ്ടി വരും, എന്നെ കൊണ്ടുപോയി. ഓക്കെ, 8 ഓഫ് കപ്സ്, എംപ്രസ്, വെരി ഗുഡ്. ആൻഡ് ഓക്കെ, അറ്റ്ലീസ്റ്റ് മറയില്ല. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ആൻഡ് ഓക്കെ, 8 ഓഫ് സോർഡ്സ്, ക്വീൻ ഓഫ് സോർഡ്സ്. ഓക്കെ, ഇവിടെ ആദ്യം തന്നെ ഇത് നമ്മുടെ മെൻ്റൽ ബ്ലോക്കേജിൻ്റെ കാര്യമാണ് പറയുക. അതായത് നിങ്ങളുടെ തോന്നൽ എന്ന് പറയും. നിങ്ങൾക്ക് തോന്നൽ എന്നല്ല, നിങ്ങളുടെ ഫിയേഴ്സ്, നിങ്ങളുടെ പേടികൾ, നമ്മൾ പെട്ട് നിൽക്കുന്നു എന്നുള്ള തോന്നൽ. സാഹചര്യത്തിൽ നമ്മൾ കുടുങ്ങിക്കിടക്കുകയാണ്. നമ്മൾ എന്ത് ചോദിച്ചാലും നിങ്ങൾ പറയും സാഹചര്യം അങ്ങനെയാണ്, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എനിക്ക് എന്ന് പറയും. ഓക്കെ, ബട്ട് ഈ കാർഡ് റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൽ ഈ ചുറ്റുമുള്ള 8 വാളാണ്. ഓക്കെ, നടുവിൽ ഈ പേഴ്സൺ നിൽക്കുന്നുണ്ട്, ഇവിടെ കൈ കെട്ടിയിട്ടുണ്ട്, കണ്ണ് കെട്ടിയിട്ടുണ്ട്. ബട്ട് ഇവിടെ കാലുകൾ ഓപ്പൺ ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ കാല് കെട്ടിയിട്ടില്ല, നമുക്ക് നടക്കാൻ സാധിക്കും. ഓക്കെ, മെല്ലെ മെല്ലെ ആയാലും നടക്കാൻ സാധിക്കും. ഈ ചുറ്റുമുള്ള സോഡ്സ്, ഇവിടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇടയിലുള്ള ഗ്യാപ്പിൽ നിങ്ങൾക്ക് നടന്നു പോവാം. ഓക്കെ, ബട്ട് നമ്മൾ പറയുന്നത് ഇപ്പോൾ കണ്ണടച്ച് നിൽക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് എന്താ തോന്നുക? കണ്ണടച്ച് നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും ഞാൻ ബ്ലോക്കിൽ പെട്ടിരിക്കുകയാണ് എന്ന് പറയില്ലേ, ആ ഒരു ഫീലിംഗ്. പക്ഷേ നിങ്ങളുടെ കാല് ഇങ്ങനെ നിങ്ങൾക്കൊന്ന് നടന്നു നോക്കി ശ്രമിക്കാം, എന്നിട്ട് ഇതിൻ്റെ ഇടയിൽ എങ്ങനെയെങ്കിലും എനിക്ക് പുറത്ത് വരാൻ സാധിക്കുമോ, നടന്നു മെല്ലെ നീങ്ങാൻ പറ്റുമോ, പുറത്തേക്ക് വരാൻ പറ്റുമോ എന്ന് ശ്രമിക്കാം നമുക്ക്. ഓക്കെ, ഇതിൽ നിന്ന് കുറച്ചൊന്ന് പുറത്ത് വന്നു കഴിഞ്ഞാൽ മേ ബി സഹായിക്കാൻ നിങ്ങളെ ആരെങ്കിലും വരും. നിങ്ങളുടെ കയ്യോ അഴിച്ചു വിടാനോ കയ്യോ കണ്ണോ അഴിച്ചു കിട്ടാൻ നിങ്ങൾക്ക് സാധ്യതയുണ്ട്. പക്ഷേ ആ ശ്രമം നിങ്ങൾ ചെയ്യാൻ തയ്യാറല്ല. അതാണ് ഇവിടെ 8 ഓഫ് സോർഡ്സ് എപ്പോഴും പറയുന്ന കാര്യം. അതാണ് നമ്മൾ പെട്ട് നിൽക്കുന്നു എന്നുള്ള ഫീലിങ്ങിലാണ്. സാഹചര്യങ്ങൾ നമ്മളെ തടസ്സപ്പെടുത്തുന്നു. എനിക്ക് ആ പ്രശ്നമുണ്ട്, എനിക്ക് ഈ പ്രശ്നമുണ്ട്, എനിക്ക് പോകാനുള്ള ബുദ്ധിമുട്ടുണ്ട്, വരാനുള്ള ബുദ്ധിമുട്ടുണ്ട്, വീട്ടിൽ ഈ പ്രശ്നമുണ്ട്, ആ പ്രശ്നമുണ്ട്, അങ്ങനെയൊക്കെ പറയുന്ന നമ്മുടെ ചില ലിമിറ്റേഷൻസ്. ഓക്കെ, ആ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിങ്ങൾ പെട്ട് നിൽക്കുകയാണ്. ഓക്കെ, പക്ഷെ അതിൽ നിന്നൊക്കെ പുറത്ത് വരാൻ നമുക്ക് വഴികളുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, ആ വഴികൾ പക്ഷെ നിങ്ങൾ കണ്ടെത്താൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം. ഇത് നിങ്ങൾ തന്നെ പുറത്ത് വരേണ്ടതാണ്. കാരണം നിങ്ങൾ ഈ നടന്നിവിടുന്ന് ഒന്ന് പുറത്ത് വന്നാലേ നിങ്ങളെ വേറെ ആരെങ്കിലും പിന്നീട് ചിലപ്പോൾ സഹായിക്കാൻ എത്തും. പക്ഷെ നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് നിങ്ങൾ എടുത്തോ. യൂണിവേഴ്സ് അതാണ് നോക്കുക, നിങ്ങൾ ചെയ്യുന്നുണ്ടോ വേണ്ടത് എന്ന് യൂണിവേഴ്സ് ചെക്ക് ചെയ്യും. ഓക്കെ, പക്ഷെ നിങ്ങളിങ്ങനെ പെട്ട് തന്നെ നിന്ന് കഴിഞ്ഞാൽ യൂണിവേഴ്സ് ഒന്നും ചെയ്യില്ല. ഓക്കെ, നിങ്ങൾ പെട്ടിരിക്കുകയാണോ ഇരുന്നോ എന്ന് പറയും. ഓക്കെ, അപ്പം നിങ്ങൾ അതിൽ നിന്ന് പുറത്ത് വരാൻ നിങ്ങൾ ശ്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വഴികൾ കിട്ടും. ഓക്കെ, അതാണ് ഈ കാർഡിൻ്റെ ഏറ്റവും വലിയ ബ്ലോക്കേജ്. നമ്മുടെയൊക്കെ മൈൻഡിൻ്റെ ഏറ്റവും വലിയ ബ്ലോക്കേജ് ഇതാണ്. നമ്മൾ പറയുമ്പോൾ സാഹചര്യം ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിപ്പോൾ ഏത് കാര്യത്തിലായാലും നിങ്ങൾ മനസ്സിലാക്കുക. ഇപ്പം നമ്മൾ പറയും ദറ്റ് നിങ്ങൾ ഏതിനാണോ പ്രയോറിറ്റി കൊടുക്കുന്നത്, ഓക്കെ, നിങ്ങൾക്കത് പ്രയോറിറ്റി ആണെങ്കിൽ നിങ്ങൾ വഴി കണ്ടെത്തും.
എങ്ങനെയും നിങ്ങൾ എന്ത് സാഹചര്യം മറികടന്നും നിങ്ങളെ ഒരു കാര്യം നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യും. ഓക്കെ, ആ ഒരു തീരുമാനം പക്ഷെ നിങ്ങളുടെ ഉള്ളിൽ വരാൻ, ദാറ്റ് എനിക്കത് ഇമ്പോർട്ടൻ്റ് ആണ്, ഞാൻ ചെയ്യണം എന്നുള്ളൊരു ഉറച്ച തീരുമാനം നിങ്ങളുടെ ഉള്ളിൽ വരാൻ, അത് വരുന്നവരെയാണ് ഈ പ്രശ്നം. ഓക്കെ, അപ്പോൾ ആ ഒരു തീരുമാനം വരുമ്പോൾ നിങ്ങൾ ഈ ആക്ഷൻ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് ആദ്യം തന്നെ. ഓക്കെ, ആൻഡ് ഇത് വളരെ സ്ട്രോങ് എനർജിയാണ്. ശരിക്കും ബോട്ടം ഡെക്കാണ് നമ്മൾ വളരെ സ്ട്രോങ് എനർജി എന്ന് പറയും, ഓവറോൾ എനർജി എന്ന് പറയും. അത് തന്നെയാണ് ഇവിടെ മെയിനായിട്ട് എനിക്ക് കാണുന്നതും. ഓക്കെ, ആൻഡ് ഇവിടെ അഗെയിൻ നിങ്ങൾ വല്ലാതെ പാസ്റ്റിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അതായത് പാസ്റ്റിനെ കുറിച്ച് കൂടുതൽ ചിന്തയിൽ നിങ്ങളിരിക്കും എപ്പോഴും. ഇന്നിവിടെ നിങ്ങളുടെ നെഗറ്റീവാണ് പറയാൻ പോകുന്നത് മോസ്റ്റ്ലി. ഓക്കെ, പോസിറ്റീവും ഉണ്ട് കേട്ടോ, പോസിറ്റീവ് ഇല്ല എന്നല്ല. ഓക്കെ, ബട്ട് ഇതിനെയൊക്കെ നിങ്ങൾ കുറെ കൂടി നിങ്ങൾ മനസ്സിലാക്കി, നമ്മൾ അവനവൻ അക്സെപ്റ്റ് ചെയ്യും, ശരിയാണ് ഞാനിങ്ങനെയാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരിക്കലും നിങ്ങളുടെ ഒരു കുറവായിട്ട് നിങ്ങൾ കാണരുത്. കാരണം അത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് ഓക്കെ ശരിയാണല്ലോ, ഞാനിങ്ങനെ ചെയ്യാറുണ്ടല്ലോ, ഓക്കെ ഇതൊന്ന് മാറ്റിയാൽ ബെറ്റർ ആയാലോ എന്ന് നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും. ഓക്കെ, അതിനു വേണ്ടി മാത്രമാണ്. ഓക്കെ, സോ ഇവിടെ പറയുന്നത് നിങ്ങൾ ഒരുപാട് പാസ്റ്റിൽ ജീവിക്കുന്ന വ്യക്തികളാണ്. ഓക്കെ, എന്ന് വെച്ചാൽ പാസ്റ്റിലെ കാര്യങ്ങൾ ഓർത്തിരിക്കുക, പാസ്റ്റിൽ മുമ്പ് അങ്ങനെയായിരുന്നു, മുമ്പ് ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇല്ല എന്ന് കൂടുതൽ ചിന്തിക്കുന്ന ആ ഒരു പാസ്റ്റിൻ്റെ കാര്യത്തിലേക്ക് നൊസ്റ്റാൾജിയ എന്നല്ല അതിനേക്കാൾ പറയേണ്ടത്, ഇവിടെ പാസ്റ്റിൽ ജീവിക്കാം. ഓക്കെ, ആ തരത്തിലാണ് നിങ്ങൾ. ഇത് രണ്ടും പാസ്റ്റിനെ കുറിച്ചാണ് കാണിക്കുന്നത്. ഡെത്തും പാസ്റ്റാണ്, ഇതും പാസ്റ്റാണ്. സോ അപ്പോൾ ഇത് രണ്ടും പറയുന്നത് നിങ്ങൾ അങ്ങനെ ഒരു കൂടുതൽ നിങ്ങളുടെ മൈൻഡ് മുഴുവൻ എപ്പോഴും മുമ്പത്തെ കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഓർക്കുക, മുൻപത്തെ കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുക, വിഷമങ്ങളെക്കുറിച്ച് ഓർത്തിരിക്കുക. ആ രീതിയിൽ നിങ്ങളുടെ മൈൻഡ് എപ്പോഴും അതിലേക്കാണ് പോവുക. ഓക്കെ, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതൊരു നെഗറ്റീവ് ക്വാളിറ്റിയാണ്. കാരണം നമ്മൾ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ല. ഓക്കെ, ഇനി അതിനെ നമുക്ക് മാറ്റാൻ സാധിക്കില്ല. ഓക്കെ, ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ കൂടുതൽ ചിന്തിക്കരുത്, അതും പറയും. ബട്ട് പാസ്റ്റിൽ ഇരുന്നിട്ടും കാര്യമില്ല. പാസ്റ്റിൽ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ചെയ്യേണ്ട കാര്യങ്ങൾക്ക് നമ്മൾ ആക്ഷൻ എടുക്കണം, അതാണ് വേണ്ടത്. അപ്പം ഇന്ന് ബെറ്റർ ആക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. പക്ഷെ നിങ്ങൾ കൂടുതലും പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ഇന്നിലേക്ക് കോൺസെൻട്രേഷൻ കൊടുക്കാൻ പറ്റുന്നില്ല, അതാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ലവേഴ്സ് കാർഡും പേജ് ഓഫ് സോർഡ്സും ആണ്. സോ ഇവിടെ ആൻഡ് ഇവിടെ 2 ഓഫ് ഇതും വന്നപ്പോഴും എനിക്ക് തോന്നിയതാണ് നിങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ എപ്പോഴും ഒരു ബുദ്ധിമുട്ട്, കൺഫ്യൂഷൻ, നിങ്ങളുടെ മൈൻഡിൻ്റെ കൺഫ്യൂഷൻ. ഓക്കെ, എന്ത് വേണം എന്നുള്ള തീരുമാനങ്ങൾ, ഇത് ഏത് കാര്യത്തിലും ആവട്ടെ, ഇതെല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ജനറലായിട്ട് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ മൈൻഡിൽ പക്ഷെ നിങ്ങൾക്ക് എപ്പോഴും ഒരു തീരുമാനം എടുക്കാൻ നിങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു തോട്ടാണ് നിങ്ങൾക്ക് എപ്പോഴും. അതുകൊണ്ട് തന്നെ ആക്ഷൻസ് അവിടെ ഡിലേ ആവും. ഓക്കെ, ആക്ഷൻസ് അവിടെ ഡിലേ വരും, അങ്ങനെ പറയാം നമുക്ക്. കാരണം നമുക്കൊരു ഉറച്ചൊരു തീരുമാനം എടുക്കാം എല്ലാത്തിനും. പക്ഷെ ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ്? നിങ്ങൾ പാസ്റ്റിൽ ജീവിക്കുന്നതുകൊണ്ടാണ്. കാരണം നിങ്ങൾ അപ്പോഴും ചിന്തിക്കുന്നത് പാസ്റ്റിൽ ഇങ്ങനെ നടന്നിട്ടുണ്ടല്ലോ, ഇനി ഞാൻ ഈ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ഇനി എന്ത് പറ്റും? സോ അതാണ് പറഞ്ഞത്. അപ്പോൾ പാസ്റ്റിൽ ജീവിക്കാതിരിക്കുക ആദ്യത്തെ കാര്യം. ആൻഡ് ഇവിടെ നിങ്ങൾ പെട്ട് നിൽക്കുന്ന നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ തീരുമാനം എങ്ങനെയാണ് എടുക്കുക, എനിക്ക് വേണ്ടത് ഞാൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ വേറെ വീട്ടിലെ ആൾക്കാർ എന്താവും, ജോലി സ്ഥലത്ത് പോകാൻ ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ട് വേണം, മീൻസ് ഞാൻ ആ വഴിക്ക് പോകണ്ടേ, ഈ വഴി, ഒരുപാട് ചിന്തകൾ. സോ അങ്ങനെ നിങ്ങൾക്കപ്പോൾ തീരുമാനങ്ങൾ എടുക്കാൻ അഗൈൻ ലിമിറ്റേഷൻസിൻ്റെ കാര്യം. ഓക്കെ, നിങ്ങൾ ആലോചിക്കുമ്പോൾ ഇപ്പോൾ സപ്പോസ് ഓക്കെ ഞാൻ എന്തായാലും ഞാനൊരു തീരുമാനം എടുക്കുന്നു, ഞാൻ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതിനുള്ള വഴികൾ ഓപ്പണായി കിട്ടും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. ഓക്കെ, ഒരു ധൈര്യക്കുറവ് എന്നും പറയാം, മീൻസ് ഒരു കോൺഫിഡൻസ് കുറവ് എന്ന രീതിയിൽ പറയാം. അഗൈൻ വോക്ക് അവേ എന്ന രീതിയിലുണ്ട്. 8 ഓഫ് കപ്സ് ഉണ്ട്. ചിലപ്പോൾ ഇതായിരിക്കാം നിങ്ങളെ പിന്നോട്ട് വലിക്കുന്നത്, ഇതും ഉണ്ടാവും. ഓക്കെ, അതായത് നിങ്ങൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ ചിലത് പിന്നിൽ നഷ്ടപ്പെടും അല്ലേ, ചിലത് നമ്മൾ പിന്നിൽ നഷ്ടം വരും, അല്ലെങ്കിൽ ചിലത് വിട്ട് മാറി പോണ്ടി വരും, ആ രീതിക്ക് ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ ഓർത്ത് അഗെയിൻ സെയിം തിങ്, നിങ്ങളുടെ മനസ്സിൻ്റെ ബ്ലോക്കേജ് ഇതുമാണ്. എന്നിട്ട് അങ്ങനെ ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് ചിലത് നഷ്ടപ്പെടില്ലേ എന്നുള്ള തോന്നൽ. ബട്ട് നിങ്ങൾ ഒരിക്കലും മനസ്സിലാക്കാത്ത കാര്യം ഇതാണ്, നിങ്ങൾ ഇവിടുന്ന് വിട്ടുപോയാൽ മുമ്പിലേക്ക് സ്റ്റാറാണ് നിൽക്കുന്നത്, നിങ്ങളുടെ ആഗ്രഹത്തിലേക്ക് നിങ്ങൾ എത്തുമെന്നാണ് പറയുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ആ ഒരു ശരിക്കും പറഞ്ഞാൽ കണ്ണ് കെട്ടി നിൽക്കുകയാണ്, നിങ്ങൾ ആ ഒരു കാണുന്നില്ല. നിങ്ങളുടെ ഫ്യൂച്ചർ നല്ലതായിരിക്കും എന്ന് നിങ്ങൾ ചില തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചർ നല്ലതായിരിക്കും എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുന്നില്ല. അങ്ങനെ മനസ്സിനെ ഓക്കെ, ഇതൊക്കെ ഞാനിപ്പോൾ ഇങ്ങനെ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഞാൻ മാറ്റി ചിന്തിക്കണം എന്ന് പഠിക്കാം. ഓക്കെ, ആൻഡ് നിങ്ങളുടെ ഒരു അബണ്ടൻസ് ആണ് ഇവിടെ കാണിക്കുന്നത്, എംപ്രസ് ആണ്. ഓക്കെ, സോ സ്റ്റാർ കാർഡ് ആൻഡ് എംപ്രസ്, നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലെ നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്നു എന്നാണ്. ഗ്രോത്ത്, നിങ്ങളുടെ അബണ്ടൻസ്, നിങ്ങളുടെ ഒരു മെച്യൂരിറ്റി, നിങ്ങളുടെ ലൈഫിൻ്റെ തന്നെ ഒരു ഗ്രോത്ത്. ചിലവർക്ക് ലൈക്ക് പ്രൊമോഷൻ കാര്യങ്ങൾ, നിങ്ങളുടെ വീട്ടിലായാലും ശരി, മറ്റുള്ളവരെ മുമ്പിൽ റെസ്പെക്റ്റോടെ നിൽക്കുക, അങ്ങനെ ഉള്ള നിങ്ങളുടെ മേലെ കുറേ റെസ്പോൺസിബിലിറ്റി, അതായത് നിങ്ങൾ കുറേ കൂടി ചിലപ്പോൾ ജോലി സ്ഥലത്തൊക്കെ ആണെങ്കിൽ നിങ്ങളുടെ മേലെ റെസ്പോൺസിബിലിറ്റി വരും. എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ലീഡർഷിപ്പ് ലെവലിലേക്ക് എത്തും എന്ന് പറയാം. നിങ്ങൾ വളരെ കെയറിങ് പേഴ്സൺ ആണ് നിങ്ങൾ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട്
കൊണ്ട് തന്നെ കെയറിങ് ആണ്, നിങ്ങൾ ന്യൂച്ചറിങ് ആണ് എല്ലാവരെയും. അപ്പം അതൊക്കെ നിങ്ങളുടെ ഗുഡ് ക്വാളിറ്റീസിൽ പെടുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കാണുന്നില്ല. ഓക്കെ, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ നിങ്ങളെ സഹായിക്കാനുണ്ട്. കാരണം നിങ്ങൾക്ക് ആ വളരെ നല്ല ക്വാളിറ്റീസ് ഉണ്ട് നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, അതൊക്കെ നിങ്ങളെ മുന്നോട്ട് പോകാൻ. നിങ്ങളുടെ അഗെയിൻ സ്റ്റാറും ഉണ്ട്, 9 ഓഫ് കപ്സും ഉണ്ട്. രണ്ടും വിഷിൻ്റെ ആണ് പറയുന്നത്. വിഷ് ഫുൾഫിൽ ആവും എന്നാണ് പറയുന്നത്. ഓക്കെ, ബട്ട് നിങ്ങൾ ഈ ബ്ലോക്കേജസ് നിങ്ങൾ പുറത്ത് വരണം ആദ്യം. ഓക്കെ, ഒന്ന് പാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു, പിന്നെ മൈൻഡ് ബ്ലോക്കേജ് ഞാൻ പറഞ്ഞു, തീരുമാനങ്ങൾ എടുക്കാനുള്ള ആ ഒരു സോ അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ആൻഡ് ഇവിടെ പേജ് ഓഫ് പെൻറ്റിക്കിൾസ് ഉണ്ട്. പേജ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുമ്പോഴും ലൈക്ക് ഒരു ഓഫർ വരുന്ന കാര്യം ഞാൻ പറയാറുണ്ട്. ഇത് നമുക്കൊരു, അതായത് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുമ്പിൽ വരും എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ ഈ ബ്ലോക്കേജിൽ നിന്ന് നിങ്ങൾ പുറത്ത് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ആക്ച്വലി ഇവിടെ 8 ഉണ്ട്, ഇത് 8 ഉണ്ട്. സോ 8 അബണ്ടൻസ്, 8 നമ്മൾ 888 ഒക്കെ പറയുമ്പോൾ നമ്മൾ അബണ്ടൻസിൻ്റെ നമ്പറാണ്. സോ നിങ്ങൾ എവിടേക്കോ നിങ്ങളെ തീരുമാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾക്ക് അബണ്ടൻസിൽ എത്താൻ സാധിക്കും. ഓക്കെ, നിങ്ങൾ അതിന് വേണ്ട ആക്ഷൻ എടുക്കാൻ നിങ്ങൾ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് നിങ്ങൾ ആക്ഷനൊക്കെ എടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അബണ്ടൻസിലേക്ക് എത്താൻ സാധിക്കുമെന്നാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഓക്കെ, എന്തെങ്കിലും നെഗറ്റീവ് കാർഡ്. ഓക്കെ, മനസ്സിൽ ഡൗട്ട്സ് ആണ്, നിങ്ങൾക്ക് ഫിയേഴ്സ് ആണ് എപ്പോഴും. നിങ്ങളുടെ ഡൗട്ട്സ് ആൻഡ് ഫിയേഴ്സ്, നിങ്ങൾ ഒരുപാട് ഇമോഷണലും ആണ് ശരിക്കും പറഞ്ഞല്ലോ. ഓക്കെ, കുറേയൊക്കെ നിങ്ങൾ ബാലൻസിലേക്ക് വരാനും പഠിക്കണം. ഓക്കെ, നിങ്ങൾ കുറേ അവനവൻ്റെ ലൈക്ക് ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനും ഒക്കെ പഠിക്കാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റീസ് വരും, തുറന്നു കിട്ടും, വഴികൾ ഓപ്പണായി കിട്ടും. ബട്ട് അതിന് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചില കാര്യങ്ങൾ മാറ്റിയെടുക്കാനുണ്ട് നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി. ഇത് ഞാൻ 2-3 പോയിന്റ്സേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങൾ കൂടുതൽ ആലോചിക്കുക എന്തൊക്കെയാണ് നിങ്ങൾക്ക് മാറ്റേണ്ടത് എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു തുടങ്ങാം. ഓക്കെ, സോ ഇതൊക്കെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ. നമുക്കിനി കുറച്ച് ഗൈഡൻസ് മെസ്സേജ് കൂടി എടുത്തേക്കാം. യൂണിവേഴ്സ് നിങ്ങളോട് എന്താ പറയുന്നത് നോക്കാം. ഹാർമണി, ഫേം ഫൗണ്ടേഷൻ, ത്രോട്ട് ചക്ര, തുറന്ന് പറയാൻ, സംസാരിക്കാൻ അല്ലേ. റിജോയ്സ് ഇൻ സെലിബ്രേഷൻ. സോറി, എനിക്കെന്താ ഷാഡോ. ഓക്കെ, തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഓക്കെ, 10 ഡെസ്റ്റിനി ആൻഡ് ദ വെയിറ്റിംഗ് ഗെയിം. ഓക്കെ, ഫെർട്ടിലിറ്റി ഉണ്ട് ഇവിടെ ചിലവർക്ക്. ഫെർട്ടിലിറ്റി ആൻഡ് ട്രയംഫ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചിലവർക്ക് ഇവിടെ പ്രഗ്നൻസിയുടെ കാര്യങ്ങളായിരിക്കാം. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന പ്രഗ്നൻസിയൊക്കെ ലേഡീസ് ആരെങ്കിലും വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫാമിലിയിൽ കുട്ടികൾ വേണമെന്നുള്ളവർക്ക് ഫെർട്ടിലിറ്റി പ്രഗ്നൻസി വരുന്നുണ്ട് എന്ന് പറയാം. വേറെ കാര്യം ഇവിടെ ഫെർട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഗ്രോ ചെയ്യാൻ സാധിക്കും എന്ന് പറയാം. അതായത് നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് വരും എന്ന് പറയാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ പീസ് ആൻഡ് ഹാർമണി വരുന്നുണ്ട്. ചിലവർക്ക് റിലേഷൻഷിപ്സിൽ ഓക്കെ വളരെ നിങ്ങളുടെ സിറ്റുവേഷൻ ഇപ്പം നമ്മൾ ആ പറഞ്ഞ കാര്യങ്ങൾ ഓക്കെ ആ മൈൻഡ് ബ്ലോക്കേജസ് നിങ്ങൾക്ക് റിലേഷൻഷിപ്പിലും അഫക്റ്റ് ചെയ്യും. റിലേഷൻഷിപ്പിലും നമ്മളെ ബന്ധങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ചില തടസ്സങ്ങൾ എന്ന രീതിക്ക് നിങ്ങൾ ആലോചിച്ചോളൂ. ലൈക്ക് പാസ്റ്റിൽ നിങ്ങൾ ഇരിക്കുക, അതായത് പാസ്റ്റിൽ ചില വേദനകൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരെയും ട്രസ്റ്റ് ഉണ്ടാവില്ല മുന്നോട്ട് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ സാഹചര്യത്തിനെ പറഞ്ഞ് നിങ്ങൾ ചില സിറ്റുവേഷനിൽ നിങ്ങൾ ഫുള്ളി ഇൻവോൾവ് ആവാതിരിക്കുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ ബ്ലോക്കേജസ്. പക്ഷെ എല്ലാം മാറി നിങ്ങൾക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് വരുന്നതായിട്ടും ഹാർമണി നിങ്ങളുടെ ലൈഫിൽ ഹാർമണി പീസ് വരുന്നതായിട്ടും ഓക്കെ നിങ്ങൾക്ക് സമാധാനം അങ്ങനത്തെ കാര്യങ്ങൾ കിട്ടുന്നതായിട്ടും പറയാം. ആൻഡ് ഇവിടെ ഫേം ഫൗണ്ടേഷൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്താ പറയുക, ആദ്യം ബിൽഡ് ചെയ്യുക നിങ്ങളുടെ ലൈഫിനെ. ഓക്കെ, ആദ്യം ഫൗണ്ടേഷൻ നിങ്ങളുടെ കറക്റ്റായിട്ട് ബിൽഡ് ചെയ്യുക. അതിനാണ് ഞാൻ പറഞ്ഞത് എന്തൊക്കെയാണ് നമ്മളുടെ ഷാഡോ സൈഡ് എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഷാഡോ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളെ നമ്മളുടെ പ്രോപ്പർ പൊട്ടൻഷ്യലിലേക്ക് എത്തുന്നതിൽ നിന്ന് നമ്മളെ തടയുന്ന നമ്മുടെ മനസ്സിൻ്റെ നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ, നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ്സ് എന്താണ് എന്നുള്ളത് നമ്മൾ ആദ്യം തിരിച്ചറിയാൻ തുടങ്ങണം എപ്പോഴും. അപ്പോൾ അത് തിരിച്ചറിയുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാറ്റം നിങ്ങൾക്ക് കൊണ്ടുവരാൻ സാധിക്കും. നിങ്ങൾ ഗ്ലോ ആവും എന്ന് പറയാം. ഓക്കെ, ആൻഡ് ഇവിടെ അതിനുവേണ്ടി നിങ്ങൾ ഈ മീൻസ് അങ്ങനെ നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഫൗണ്ടേഷൻ തൊട്ട് നിങ്ങൾ ബെറ്റർ ആയിട്ട് വരാൻ തുടങ്ങും അല്ലേ. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് നമുക്ക് ഗ്രോത്ത് വരിക. ആൻഡ് ഇവിടെ ത്രോട്ട് ചക്ര വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. വേറെ ഏത് ചക്രയും വന്നില്ല, ത്രോട്ട് ചക്രയാണ് മെയിൻ വന്ന്. സോ ഐ തിങ്ക് നിങ്ങൾ ചില കാര്യങ്ങൾ ഓപ്പണായിട്ട് നിങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങാം. ഓക്കെ, നിങ്ങളുടെ ഉള്ളിൽ എന്താണ്, മനസ്സിലെന്താണ്, ഫിയേഴ്സ് എന്താണ്, നിങ്ങളുടെ പേടികൾ, നിങ്ങളുടെ കുറവുകൾ, നിങ്ങളുടെ എന്തൊക്കെയാണ് ടെൻഷൻ, നിങ്ങളുടെ മനസ്സിലെന്താണ്, ഫീലിങ്സ് എന്താണ്, എല്ലാം നിങ്ങൾ തുറന്നു പറയാൻ മടിക്കുന്നവരാണെങ്കിൽ തുറന്നു പറയാൻ തുടങ്ങാം. ഓക്കെ, അത് വളരെയധികം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യും, നിങ്ങളെ ഗ്രോ ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. റിജോയ്സ് ഇൻ സെലിബ്രേഷൻ, ഡെസ്റ്റിനി, വെയിറ്റിംഗ്. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, നിങ്ങൾക്ക് ഗ്രോത്ത് വരും, പക്ഷേ അതിനു മുമ്പ് ഈ ചില ചേഞ്ചസ് നിങ്ങളുടെ ഉള്ളിൽ വരാനുണ്ട്. അതാണ് മെയിനായിട്ട്. ഓക്കെ, അത് കഴിയുമ്പോൾ നിങ്ങൾക്കെല്ലാം ആക്ച്വലി ഈവൻ ലവ് റിലേഷൻഷിപ്പ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വരും. ഓക്കെ, നിങ്ങൾക്ക് അബണ്ടൻസ് വരും എന്നും പറയാം. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് സെലിബ്രേഷൻസ് വരുന്നുണ്ട്, സന്തോഷമായിട്ടുള്ള നിങ്ങളുടെ ടൈംസ് വരും, ഹാപ്പിനെസ് വരും നിങ്ങളുടെ ലൈഫിൽ.
ആൻഡ് ഇവിടെ ഡെസ്റ്റിനി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾക്ക് നല്ല ഒരു ഫ്യൂച്ചർ, ഓക്കെ, യൂണിവേഴ്സ് നിങ്ങൾക്ക് നല്ലൊരു ഫ്യൂച്ചർ തന്നെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അവിടേക്ക് നിങ്ങൾ എത്തും. പക്ഷെ എത്താൻ വേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങണം എന്നാണ്. ഓക്കെ, കുറച്ച് മാറ്റങ്ങൾ നിങ്ങളിൽ കൊണ്ടുവരാനുണ്ട്. നമ്മൾ എപ്പോഴും ഞാൻ അഗെയിൻ ആ 8 ഓഫ് സോർട്സ് വളരെ ഇവിടെ കറക്റ്റാണ്. കാരണം നമ്മൾ പറയുന്നത് ഓക്കെ എൻ്റെ സിറ്റുവേഷൻ കൊണ്ടാണ് എനിക്ക് കാര്യങ്ങൾ നടക്കാത്തത്, സാഹചര്യങ്ങളും അങ്ങനെ ആയതുകൊണ്ടാണ് എനിക്ക് പറ്റാത്തത് എന്ന് നമ്മൾ പറയുമ്പോൾ അവിടെ അത് ഏറ്റവും വലിയ ഒരു എക്സ്ക്യൂസാണ് നമ്മളുടെ. ഓക്കെ, ആ സാഹചര്യത്തിനെ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കും എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ. ബുദ്ധിമുട്ടായിരിക്കും, എളുപ്പത്തിലൊന്നും നടക്കില്ലല്ലോ. അല്ലെങ്കിലും എല്ലാം ഈസി ആയിട്ട് നമ്മുടെ കയ്യിൽ അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയാണോ നമുക്ക് ലൈഫ്? എല്ലാവരും ഇത്ര കരഞ്ഞിരിക്കും ആൾക്കാരില്ലല്ലോ. സോ ബുദ്ധിമുട്ടാതെ ഒന്നും കിട്ടൂല്ല. എഫേർട്ട് വേണം, നല്ലോണം ശ്രമങ്ങൾ വേണം. നിങ്ങൾ ഫൈറ്റ് ചെയ്യാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടത് നല്ലത് കിട്ടും. ഓക്കെ, സോ എല്ലാവർക്കും നല്ല രസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.